പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. ശശി തരൂർ. ദേശീയ താൽപര്യമുള്ള വിഷയങ്ങളിൽ രാഷ്ട്രീയ ഭിന്നതകൾ പാടില്ലെന്ന് ആവർത്തിച്ച് കോൺഗ്രസ് നേതാവും തിരുവനന്തപുരം എംപിയുമായ ശശി തരൂർ. താൻ ഭാഗമായ കോൺഗ്രസ് പാർലമെന്റിൽ പാർട്ടിയുടെ പ്രഖ്യാപിത നിലപാടുകൾ ഒരിക്കലും ലംഘിച്ചിട്ടില്ല. കോഴിക്കോട് നടക്കുന്ന കേരള ലിറ്റററി ഫെസ്റ്റിവലിലെ സെഷനിലാണ് തരൂർ വിവാദ വിഷയങ്ങളിൽ നിലപാട് വ്യക്തമാക്കിയത്. അധാർമികമായ പ്രവർത്തികൾക്ക് രാജ്യം കനത്ത തിരിച്ചടി നൽകണം എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു പഹൽഗാം വിഷയം പരാമർശിച്ചുകൊണ്ടുള്ള ലേഖനത്തിൽ താൻ പറഞ്ഞത്. മെച്ചപ്പെട്ട ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിനുള്ള പ്രക്രിയയിൽ രാഷ്ട്രീയ പാർട്ടികൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പക്ഷേ ദേശീയ താൽപര്യം സംബന്ധിച്ച വിഷയങ്ങളിൽ ഈ ഭിന്നതയ്ക്കപ്പുറത്തുള്ള കൂട്ടായ്മയാണ് ഉണ്ടാകേണ്ടതെന്നും തരൂർ പറയുന്നു. ഇന്ത്യ മരിച്ചാൽ ആര് ജീവിക്കും എന്ന ചോദ്യം ഉന്നയിച്ചത് ജവഹർലാൽ നെഹ്റുവാണെന്ന് തരൂർ പറഞ്ഞു. ഇന്ത്യ അപകടത്തിലാകുമ്പോൾ ഇന്ത്യയുടെ സുരക്ഷയും ലോകത്ത് സ്ഥാനവും പരിഗണിക്കപ്പെടുമ്പോൾ രാജ്യ താൽപര്യമാണ് ആദ്യം പരിഗണിക്കപ്പെടുന്നത്. ഇന്ത്യ വികസനത്തിലാണ് ശ്രദ്ധയൂന്നേണ്ടത്, പാകിസ്ഥാനുമായുള്ള സംഘർഷങ്ങളിലല്ല. തീവ്രവാദ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടുള്ള സൈനിക നീക്കങ്ങളിൽ ഇത്തരം പ്രതിരോധങ്ങൾ അവസാനിക്കണമെന്നും തരൂർ കൂട്ടിച്ചേർത്തു. ഒരിടവേളയ്ക്ക് ശേഷം കോൺഗ്രസ് നേതൃത്വവുമായി വീണ്ടും ഇടയുന്നു എന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് തരൂർ മുൻ നിലപാടുകളിൽ ഉറച്ചുനിന്നുകൊണ്ടുള്ള പ്രതികരണം നടത്തിയത്. കൊച്ചിയിൽ അടുത്തിടെ നടന്ന രാഹുൽ ഗാന്ധി പാർട്ടി പരിപാടിയിൽ മതിയായ പരിഗണന തരൂരിന് ലഭിച്ചില്ലെന്ന നിലയിൽ ആക്ഷേപമുയർന്നിരുന്നു. ഇതിന് പിന്നാലെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ഹൈക്കമാൻഡ് വിളിച്ച യോഗത്തിൽ നിന്നും ശശി തരൂർ വിട്ടുനിന്നിരുന്നു. അതേസമയം അവഗണിച്ചു എന്നത് തരൂരിൻ്റെ തോന്നലാണെന്ന് രാഹുൽ ഗാന്ധി നേതാക്കളെ അറിയിച്ചു. അവഗണന ഉണ്ടായിട്ടില്ല. നേതാക്കളുടെ ലിസ്റ്റിൽ തരൂരിൻ്റെ പേര് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് തരൂരിൻ്റെ പേര് വിട്ടുപോയതെന്നും രാഹുൽ ഗാന്ധി വിശദീകരിച്ചു.